CPIM തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ സർക്കാരിനും പോലീസിനും പാർട്ടി നേതൃത്വത്തിനും വിമർശനം. പാർട്ടി നേതൃത്വത്തിന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. നഷ്ടമായ ജനകീയ അടിത്തറ വീണ്ടെടുക്കണമെന്ന ആവശ്യം. പരാതി പറയാനെത്തുന്ന CPIM നേതാക്കളെപ്പോലും പോലീസ് ഗൗനിക്കുന്നില്ല. RSSകാർ സ്റ്റേഷനിലെത്തിയാൽ പോലീസ് ഉദ്യോഗസ്ഥർ കസേരയിട്ട് നൽകുന്നു. പാർട്ടി ഘടകങ്ങൾ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും നികുതി നിരക്ക് കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല എന്നും വിമർശനം. സൂരജ് സജിയുണ്ട് ഇപ്പോൾ തൃശൂരിൽ നിന്ന്. സൂരജ്, എന്തൊക്കെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് CPIMന്റെ ജില്ലാ സമ്മേളനത്തിൽ? ഉന്മേഷ്, ഇന്ന് നടന്ന പൊതുചർച്ചയിൽ 19 പ്രതികളാണ് ഈ പൊതുചർച്ചയിൽ പങ്കെടുത്തത്. ആ ചർച്ചയിലാണ് ഇപ്പോൾ സർക്കാരിനും പാർട്ടിക്കുമെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരിക്കുന്നത്. അതിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പ്രതികൾ. ചൂണ്ടിക്കാണിക്കുന്ന പാർട്ടി നേതൃത്വത്തിന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനമാണ് ഈ ചർച്ചയിൽ ഉയർന്നത്. നഷ്ടമായ ജനകീയ അടിത്തറ വീണ്ടെടുക്കണം, അല്ലെങ്കിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അടക്കമുണ്ടായ തിരിച്ചടിക്ക് പിന്നാലെയാണ് ചെറിയ മാറ്റമെങ്കിലും പാർട്ടിയിൽ വന്നത്. അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയിക്കെതിരെയും ഈ ചർച്ചയിൽ ഒളിയമ്പുമായി പ്രതികളെത്തി. അവർ ചൂണ്ടിക്കാണിക്കുന്ന പാർട്ടിയിൽ ഇരട്ടപ്പദവി വഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജനപ്രതികൾ പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് എത്തുന്ന നയം അത് ശരിയല്ല. 2 നയമാണ് ചിലർക്ക് വേണ്ടി എടുക്കുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഉന്നത കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നവർ പോലും ഇതിന് വിരുദ്ധമായി ഭാരവാഹിത്വത്തിൽ തുടരുന്നു എന്ന വിമർശനം ഇവർ ഉയർത്തുന്നു. അത് കൃത്യമായി സംസ്ഥാന സെക്രട്ടറിയെയും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയെയും ഉന്നമിട്ടുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ പോലീസിനെതിരെയാണ് ഗുരുതരമായ വിമർശനം ഉയർന്നത്. കുന്നംകുളം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുത്ത പ്രതികളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. അതിൽ അവർ പറയുന്നത് പരാതി പറയാൻ പോലും CPM നേതാക്കൾ സ്റ്റേഷനിലെത്തിയാൽ അത് ഗൗനിക്കാത്തൊരു സാഹചര്യമുണ്ട്. RSSകാർ സ്റ്റേഷനിലെത്തുന്ന സമയത്ത് അവർക്ക് കസേര ഇട്ടുകൊടുക്കുന്നു. CPM പ്രവർത്തകർ എത്തിയാൽ ഒരു വിലയുമില്ലാത്ത സാഹചര്യമാണെന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ചില പോലീസ് സ്റ്റേഷനുകളിൽ ചില പാർട്ടി നേതാക്കളുടെ കങ്കാണിമാർ ഭരണം നടത്തുന്നു എന്നുവരെ ഈ പൊതുചർച്ചയിൽ വിമർശനം ഉയർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴും പോലീസ് ഒരു മർദ്ദനോപാധിയായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ആഭ്യന്തര വകുപ്പിലും ഈ ഭരണം നടത്തുന്ന ബ്യൂറോക്രാറ്റുകളാണ് എന്ന വിമർശനം കൂടി ഇതിന്റെ ഭാഗമായി ഉന്നയിക്കുന്നു. മന്ത്രിമാർക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. പാർട്ടി ഘടകങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് പോലും നികുതി നിരക്ക് കുറയ്ക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്താണ് ഈ വനനിയമം അടക്കം കൊണ്ടുവരുന്നത്. EP ജയരാജനെതിരെയും അതുപോലെ തന്നെ രൂക്ഷ വിമർശനം ഉയർന്നത്. MV ഗോവിന്ദൻ പാർട്ടി നേതൃത്വങ്ങൾ ഓരോ കാര്യത്തിലും ധാർമ്മികതയും മെറിറ്റും നോക്കണമെന്ന് പറഞ്ഞതാണ് ഇവരെ ചൊടിപ്പിച്ചത്. EP ജയരാജൻ BJP ദേശീയ നേതാവ് ജാവദേക്കറെ കണ്ടതിൽ എന്ത് ധാർമ്മികതയാണ് എന്ന ചോദ്യമാണ് ഉയർന്നത്. അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും മുൻ LDF കൺവീനർ EP ജയരാജനെതിരെയും എല്ലാം അതിരൂക്ഷ വിമർശനമാണ് ഇന്ന് നടന്ന പൊതുചർച്ചയിൽ ഉയർന്നത്. ഉന്മേഷ്, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.